8 വർഷം മുമ്പ് സസ്നേഹം ശ്രീലേഖ എന്നുള്ള യൂട്യൂബ് ചാനലിൽ വന്ന ഒരു പരാമർശത്തിൻ്റെ പേരിൽ വലിയ ആക്രമണം നടന്ന ശ്രീലേഖ തന്നെ പരസ്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ എറിഞ്ഞിരുന്ന പോക്സോ ബോംബ് അവരുടെ 2 വാക്കുകളോടുകൂടി തന്നെ നിർവീര്യമായിരിക്കുന്നു ഇതൊരു സാഹചര്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ അവർ നേരിട്ടിറങ്ങി എന്താണെന്നുള്ള കാര്യം വിശദീകരിച്ചു. കാരണം ഇതിനകത്ത് പോസ്കോ നിൽക്കത്തില്ല. കാരണം നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മാധ്യമം പ്രചരിപ്പിച്ചതുപോലെയല്ല. ഞാനാണ് ഈ കേസ് അന്വേഷിച്ചത്. എനിക്കറിയാം ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന പോലെ അന്ന് അന്വേഷിക്കുമ്പോൾ 18 വയസ്സുണ്ട്, മരിക്കുമ്പോൾ അതിൽ കൂടുതൽ പ്രായമുണ്ട്. അപ്പോൾ പോസ്കോ നിൽക്കത്തില്ല, പോലീസിനെ അന്വേഷിക്കും. പിന്നെ രണ്ടാമത് പറയുന്ന കിളിരൂരും കവിയൂർ കേസ് എനിക്ക് തോന്നുന്നു ഇവർ അന്വേഷിച്ചിട്ടില്ല അല്ലേ? അതിനകത്ത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അതായത് പേര് പറഞ്ഞിട്ടുമില്ല. ഇതിനകത്ത് ഒരു പരാതി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടത് ഒരു അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. ഇയാൾ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറഞ്ഞ് പുള്ളി ഒരു സ്വന്തമായിട്ട് സംഘടന ഉണ്ടാക്കി ഇങ്ങനെ പരാതികളും ഒക്കെ ആയി സ്വയം ഇത് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജയചന്ദ്രൻ അഡ്വക്കേറ്റിനെ നമ്മളായിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ അറിഞ്ഞത് എങ്ങനെയാണ് ശ്രീലേഖയ്ക്കെതിരെ പരാതി. ഇതിനകത്തൊക്കെ ഒരു ആൾക്കാർ കേൾക്കുമ്പോൾ ഇപ്പം പണ്ടത്തെ കൂട്ടമല്ലല്ലോ. ആ പൊതുജനത്തിന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണെന്ന് നമ്മൾ എത്ര പ്രചരിപ്പിച്ചാലും അതിനകത്ത് ഇറങ്ങി പരിശോധിക്കുന്ന ഒരു രീതിയിലേക്ക് ചെറുപ്പക്കാർ മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പലതും. അതുകൊണ്ടാണല്ലോ എത്ര പറയുമ്പോഴും എത്ര മോശമാക്കുമ്പോഴും എത്ര മാധ്യമങ്ങൾ വിചാരിക്കുമ്പോഴും അല്ലെങ്കിൽ എത്ര ആക്ഷേപം പറയുമ്പോഴും ചില ആൾക്കാരെ ഒന്നും നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തത്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ഇപ്പം ഈ ശ്രീലേഖയ്ക്കെതിരെ ഇത് ഇറങ്ങിയിട്ട് ഏതാണ്ട് 2020-ലോ 2021-ലോ ഇറങ്ങിയ ഈ സാർ അദ്ദേഹം പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനലിൽ കൂടെ അവർ അതിന് മുമ്പായിരിക്കുമല്ലോ. 8 വർഷം മുമ്പ് ഇപ്പൊ ശ്രീലേഖ പറഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് രാവിലെ കിട്ടിയ ഇൻഫർമേഷൻ 2022 അപ്പൊ 2022 അല്ല. അപ്പൊ ഇപ്പൊ ശ്രീലേഖ നേരിട്ട് അവർ പറഞ്ഞത് 8 വർഷം മുമ്പ് ഞാൻ യൂട്യൂബിലിട്ട അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച കേസിന്റെ അല്ലെങ്കിൽ മെറിറ്റും അതിന്റെ ഡീറ്റെയിൽസും ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ സ്ത്രീകൾക്കും ഇതുപോലെ അതിജീവിതകൾക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും പ്രയോജനം ചെയ്യത്തക്ക രീതിയിലേക്ക് അവർക്ക് നിയമം അല്ലെങ്കിൽ നിയമം അവർക്ക് വേണ്ടി അവരുടെ ഭാഗമാകുന്ന രീതിയിലേക്ക് അവരുടെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊതുജനം മനസ്സിലാക്കി അതിനകത്ത് അവർക്ക് മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചില വീഡിയോസും ചെയ്തതിൻ്റെ കൂട്ടത്തിലാണ് ഇത് ചെയ്തത്. അപ്പം ഇതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ശരിയാ, ഇത്രയും നാളായിട്ട് എന്താ പരാതി ഇല്ലായിരുന്നത്? ഇത്രയും നാളായിട്ടൊരു പരാതിയില്ല. ഇപ്പം ഈ പരാതിയുമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടാണ്, ഞാനൊരു കൗൺസിലർ ആയതുകൊണ്ടാണ്, ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ്, ഒരുപക്ഷെ ഞാൻ BJP ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം. അതിനകത്ത് ഈ ജയചന്ദ്രൻ ഉണ്ട നായർക്കൊരു വിളി എന്ന് പറഞ്ഞ പോലെ പറയുന്നത് ഒന്നും വന്നതല്ല. ഈ ജയചന്ദ്രൻ നേരത്തെ ഉണ്ട്. ജയചന്ദ്രൻ ഇന്നലെ ഉദിച്ചതല്ല. കാരണം നേരത്തെ ഇപ്പൊ ഈ ജയചന്ദ്രന്റെ പുറകിൽ ഈ പറയുന്ന ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ തന്നെ അവരുടെ പത്രസമ്മേളനം കണ്ടു. ഏത് മനുഷ്യൻ വയലൻസും ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തത വരുത്തി പറയുന്നു, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു, ബോധ്യപ്പെടുന്ന രീതിയിൽ പറയുന്നു, ഒരു മര്യാദക്കാരി ഏറ്റവും മര്യാദയ്ക്ക് സംസാരിക്കുന്ന രീതിയിൽ പറയുന്നു. അപ്പൊ തന്നെ അവർക്ക് ജനങ്ങൾക്കിടയിൽ അവർക്ക് ഇത്രയും നാൾ ജോലി IPS പണിയായിരുന്നു. അത് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവരുടെ സർവീസിൽ നിന്ന് അവർ ആൾക്കാരെ മനസ്സിലാക്കി. ഇപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് IPS റിട്ടയർഡ് ആയതിനു ശേഷം അവരിപ്പം ഒരു കൗൺസിലറായിട്ട് ഈ ഒരു ജന്മം മൊത്തം രാഷ്ട്രീയ പാർട്ടി ആയിട്ട് നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ അവരുടെ മര്യാദക്കുള്ള കാര്യവും അവർ ഇതുവരെ ചെയ്തുള്ള കാര്യത്തിനകത്തും ഒരു ഒബ്സർവേഷൻ നടത്തുമ്പോൾ അവർ കൃത്യതയും വ്യക്തതയും ഉള്ള ഒരു സ്ത്രീയാണെന്ന് കണ്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെയാണ് അവർ BJP ആയതുകൊണ്ട് അവർ ചിലടത്ത് വന്നാൽ അല്ലെങ്കിൽ ചിലരുടെ കുത്തകകൾ ഇപ്പം കോർപ്പറേഷനകത്തെ കുത്തക പോയതുപോലെ ഈ സ്ത്രീ തിരുവനന്തപുരത്ത് BJPയുടെ ഭാഗമായിട്ട് നിന്നാൽ ചില ആൾക്കാർ കാലങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കുത്തക അല്ലെങ്കിൽ അതിനകത്തൊക്കെ മറികടന്ന് ഇവർ അവരുടെ ഭാഗമാക്കും, അല്ലെങ്കിൽ BJPയുടെ ഭാഗമാക്കും, അല്ലെങ്കിൽ ചിലടത്തൊക്കെ ഇവരെ നിർത്തിയ ഒരു MLA ആകും. അപ്പോൾ ഏത് രീതിയിലും ഇവരെ വഷളാക്കുന്നതിന്, മോശമാക്കുന്നതിന്, വ്യാജ പ്രചരണം നടത്തുന്നതിന് ഒക്കെ ഉള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഒരു കാര്യം ഇതിൻ്റെ പിറകിലുള്ളവൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ശ്രീലേഖ അത്ര മോശം ആളല്ല. ശ്രീലേഖ ഈ കളിയൊക്കെ കണ്ടതാണ്. അതിന് ഉദാഹരണമാണ് നിങ്ങൾ ഏറ്റവും വലിയ വലിപ്പത്തിൽ എടുത്തുകൊണ്ട് വന്ന ഓഫീസ് വിവാദം. ശ്രീലേഖ അത്
പൊളിച്ച് അടുക്കി അവസാനം പ്രശാന്ത് 2 കൈയും എടുത്ത് തൊഴുത് സാഷ്ടാംഗം വീണിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോയതാ. ഇതുപോലെ തന്നെ ഈ 2 കേസിനകത്തും അവരെ വലിച്ചു കീറാൻ തുടങ്ങിയാൽ, ഈ കേസിന്റെ മെറിറ്റ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ, ഈ കേസ് അന്വേഷിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടുവന്നവർക്ക് തന്നെ കൊള്ളും. നമ്മൾ ഈ പറയത്തില്ല, ചില സാധനം തിരിച്ച് അവനവൻ്റെ അടുത്തോട്ട് തന്നെ വരുന്ന രീതി വരും. അതിന് ശ്രീലേഖ മോശമല്ല. അവർ സംസാരിച്ചാൽ വേറൊരാൾക്ക് വൈരാഗ്യ ബുദ്ധിയോട് സംസാരിക്കുന്നതായിട്ട് തോന്നത്തില്ല, രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതാണെന്ന് തോന്നത്തില്ല. കാര്യങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ വ്യക്തത വരുത്തി പറയുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അതിന് ഗുണമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും. ഏതായാലും കളിക്കുന്നത് ശ്രീലേഖയോടാണ്. അത് അത്ര നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിൽ കളിക്കാൻ ഇറങ്ങുന്നവർ ഇറങ്ങരുതെന്നാണ് എനിക്കിതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അല്ല, ഈ ശ്രീലേഖ പറയുന്നത് വളരെ കൃത്യവും വ്യക്തതയോടും കൂടിയാണ്. കാരണം 7-8 വർഷം മുമ്പ് താൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഈ ഇരകളുമായി ബന്ധപ്പെട്ടാണ്. അവർ പറയുന്ന ആ കേസ് അന്വേഷിച്ചത് ഞാനാണ്. ആ കേസിൽ അന്വേഷിച്ച് കുറ്റക്കാരായവർക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്തു. അതിനകത്ത് CBI ഏൽപ്പിച്ചു. അതിനകത്ത് അതിനകത്ത് ഉള്ള ഒരു പെൺകുട്ടി മൈനർ ആണെന്നാണ് പറഞ്ഞത്. അത് പെൺകുട്ടിയുടെ വലിപ്പ വ്യത്യാസം കൊണ്ടിട്ട് തോന്നിയതാണ്. FIR അങ്ങനെ രേഖപ്പെടുത്തി. പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ അത് മേജർ ആയിരുന്നു. അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞതെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല, വെളിപ്പെടുത്താൻ പാടില്ല. ഇതൊക്കെ അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് താനെന്ന് പറയുന്നു. അപ്പം മാധ്യമങ്ങളുടെ അടുത്ത് വലിയ ബഹളമൊന്നുമില്ലാതെ, വലിയ ഒച്ചപ്പാടൊന്നുമില്ലാതെ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറയുന്നു. ഒരിക്കലും ഈ പറയുന്ന സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, അമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളല്ല ഞാൻ അങ്ങനെ ഒരു പദവിയിലിരുന്നതാണ്. അവർക്ക് വേണ്ടി നിലകൊണ്ടയാളാണ്. ഇരകൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നതാണ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഇത്തരത്തിലൊരു അന്വേഷണമായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായപ്പോൾ ശ്രീലേഖയെ ചാക്കിട്ട് പിടിക്കുക, അല്ലെ ശ്രീലേഖയെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അവർ പ്രകോപിതയായി സംസാരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെയല്ല, വളരെ കൃത്യതയോടെ ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരി എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ പറയുന്ന കോട്ടയത്ത് നടന്ന ഒരു സംഭവം, അല്ലെങ്കിൽ പറയുന്ന പത്തനംതിട്ടയ്ക്ക് സമീപം നടന്ന കവിയൂർ നടന്ന സംഭവം, ഇതൊന്നും അവർ പേരെടുത്ത് പരാമർശിക്കുന്ന പോലുമില്ല. മാത്രമല്ല, അത്തരം സംഭവങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായതിന് ശേഷം ഒരാൾ മരിച്ചുപോയാൽ അവരുടെ ഓർമ്മ ദിവസം 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആചരിക്കാറുണ്ട്. അപ്പം നമ്മൾ ചില പേരുകൾ പറയാറുണ്ട്. എന്നതിനപ്പുറത്തേക്ക് ഇരകളുടെ പേര് വെളിപ്പെടുത്താനോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പ്രതികളുടെ പേര് പറയുന്നതിലോ കുഴപ്പമൊന്നുമില്ല. അപ്പം നിയമപരമായ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രീലേഖ അവതരിപ്പിക്കാം. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. മറ്റ് കാര്യങ്ങൾ, എനിക്കെതിരായിട്ടുള്ള ആരോപണം ഉണ്ടല്ലോ, അത് പോലീസ് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചാൽ ഇന്ന സ്ഥലം വരെ എത്തുകയുള്ളൂ എന്നുള്ളൊരു ധാർഷ്ട്യമൊന്നും അവർ കാണിച്ചില്ല. ഈ കാര്യങ്ങൾ, കാരണം പോക്സോ എന്ന് പറയുന്നത് നിലനിൽക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അതെന്താണെന്ന് എനിക്കറിയാം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ എനിക്കറിയാമെന്ന് ശ്രീലേഖ പറയുന്നു. അപ്പം സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് പറയുമ്പോൾ എത്ര പക്വതയായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവർ വിചാരിച്ചത് മാധ്യമങ്ങൾ പ്രകോപിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു NGO ഒരു ആരോപണമായിട്ട് ഇറങ്ങിയാൽ ഇവർ പൊട്ടിത്തെറിക്കും. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഒരുപക്ഷെ ശ്രീലേഖയെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലേക്ക് ശ്രീലേഖ മത്സരിക്കാനായിട്ട് എത്തുമോ? BJP അവരെ സ്ഥാനാർത്ഥിയാക്കുമോ? ഇത് വലിയ ആശങ്കയായിട്ട് നിൽക്കുന്നുണ്ട്. BJP ഔദ്യോഗികമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീലേഖ ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രീലേഖയുടെ ഒരു സാന്നിധ്യം, ശ്രീലേഖയുടെ ഒരു വരവ് പോലും ചില ആളുകൾ ഭയപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് പ്രോക്സികളെ ഇറക്കി കളിക്കുന്നതിന് സമാനമായിട്ടൊരു കേസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ശ്രീലേഖ മാറി നിന്നില്ല. അവർ ഈ സംഭവം ഉണ്ടായി, ആരോപണം ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്കറിയാം പോക്സോ എന്താണെന്ന്, എനിക്കറിയാം ഇരകൾക്കൊപ്പം എപ്പോഴാണ് നിൽക്കേണ്ടത്, ഇത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പ്രതികളുടെ പേര് എപ്പോഴാണ് വെളിപ്പെടുത്തേണ്ടതെന്നറിയാം. ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇവിടെ ആരോപണം ഉന്നയിക്കാനായിട്ട് ശ്രമിച്ച ആളുകൾ, വക്കീല് ഒക്കെ തിരിഞ്ഞു ഓടുന്നൊരു കാഴ്ചയല്ലേ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, അവർ വേറൊരു നല്ലൊരു അടിയും കൂടെ അടിച്ചു. അതായത് ആ കാലഘട്ടത്തിലെ 8 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പത്രങ്ങളിലും ഈ കുട്ടിയുടെ ശ്രീലേഖ പറഞ്ഞ പേര് കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് എന്തെങ്കിലും എടുത്ത് ശിക്ഷ നടപടി സ്വീകരിച്ച ഈ കണ്ട മാപ്രകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നവർക്ക് അതിന് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഒരു ഭാര്യയും കൂടാണ്. അതുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് വലിയ കേസ് പഠിച്ചു ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്കും പേടി വരും. തീർച്ചയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാലും പേര് പറയാൻ പാടില്ലെന്നാണ് പോക്സോ നിയമത്തിലെ വ്യവസ്ഥ. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞവരുടെ മാത്രമല്ല, 18 വയസ്സ് കഴിഞ്ഞവരുടെ ആയാലും
പേര് കൊടുക്കാൻ പാടില്ലെന്നുള്ളത് തന്നെ നിയമം. പക്ഷേ ഇതൊരു ദുരുദ്ദേശത്തോട് ചെയ്തതല്ല എന്നുള്ളത് കൊണ്ട് AG ഗാർഡൻ്റെ പറഞ്ഞ ആ നിയമം തന്നെയാണ് ഇവിടെ ബാധകമാവുക. മാൻ ഈസ് നോട്ട് ഫോർ റൂൾ, റൂൾ ഈസ് ഫോർ മാൻ എന്നുള്ളതാണ്. നിയമം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. സതുദ്ദേശത്തോടെ ആർക്കും കുഴപ്പമുണ്ടാകാത്ത വിധം ചെയ്ത ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് പോലീസിന് നേരത്തെ കൊടുത്തതാണ്. പോലീസ് അവഗണിച്ച് കഴിഞ്ഞു. ഇത് വലിയ കാര്യം, ആർക്കും മരിച്ചു കഴിഞ്ഞു. പശുവത്ത് മോരിൻ്റെ പുളിയും പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരവസ്ഥയിലാണ്. ആ പെൺകുട്ടി എന്തായാലും മൊഴി കൊടുക്കാൻ പോകുന്നില്ല, മരിച്ചു കഴിഞ്ഞു. അവരുടെ എല്ലാ പീഡനങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഇത് വലുതായിട്ടൊന്നും ഏശാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ പറഞ്ഞ പോലെ പ്രശാന്ത് മാഷ് പറഞ്ഞ പോലെ വക്കീലിൻ്റെ പേരെല്ലാവരും നമ്മൾ അറിഞ്ഞു. അത്ര മാത്രമേ ഇതിൻ്റെ ഒരു മെച്ചമുള്ളൂ.